സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് പരിപാടിയിൽ സവർക്കറെക്കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെട്ടു. വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ കാവി അജണ്ട ഇതാ ഒന്നൊന്നായി കേരളത്തിൽ നടപ്പാക്കുന്നു, അതും വിദ്യാഭ്യാസ മേഖലയിൽ എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. സവർക്കറെ ദേശസ്നേഹിയായി ചിത്രീകരിക്കാൻ, മഹാത്മാഗാന്ധിയെക്കാളും വലിയ ആളായി ചിത്രീകരിക്കാനുള്ള ശ്രമം BJPയും RSSും സംഘപരിവാറും ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഇതൊക്കെ വരുന്നത് എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത്. നമ്മുടെ സർക്കാർ, UDF സർക്കാർ ഇതിനൊക്കെ കണ്ണടച്ചു കൊടുക്കുകയാണ് എന്ന വിമർശനം സർക്കാരിനെതിരെയും ഉയരുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നതുകൂടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടാൻ ഇടയാക്കിയിട്ടുമുണ്ട്. ഇവിടെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നത് കുമ്പള, ഉപ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് പരിപാടിയിലാണ്. നാളെ അത് സംസ്ഥാന വ്യാപകമായി വരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാവി അജണ്ട കൊണ്ടുവരുവാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിലെ BJP സംഘപരിവാർ നേതൃത്വം, ബൗദ്ധിക നേതൃത്വം. അതിന് വഴിയൊരുക്കി കൊടുക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നത്. ഇവിടെ മറ്റൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ, നേരത്തെ ഒക്കെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നത് എങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഒരു BJP സർക്കാർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സർക്കാരായി മാറിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളും BJPക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം ചൊല്ലിയത്, ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ വന്ദേ മാതരം മുഴുവനും പാടണം എന്ന നിർദ്ദേശം കൊടുത്തതുവരെ എത്രയൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ BJPക്ക്, ഗവർണർക്ക് ഇടപെടാൻ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ആരും ചോദിക്കുന്നില്ല. സംഘപരിവാറുകാരനെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് വേണമെങ്കിലും നടത്തിക്കോളൂ എന്ന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് നമ്മുടെ സർക്കാർ BJPക്ക്, സംഘപരിവാറിന്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളെ പുകഴ്ത്തിക്കൊണ്ട് സംഘപരിവാറുകാർ രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് ദേശസാൽകൃത ബാങ്കുകളിലൂടെ ആക്കുകയും നേരിട്ട് വീടുകളിൽ എത്തിക്കുന്ന പരിപാടി നിർത്തുകയും ചെയ്യുന്ന ഉത്തരവ് പുറത്തു വന്നു. അതിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് BJP നേതാക്കളാണ് എന്നോർക്കണം. എന്ന് വെച്ചാൽ കേരളം ഭരിക്കുന്നത് BJP ആണോ അതല്ല കോൺഗ്രസ് ആണോ എന്ന സംശയം സാധാരണക്കാർക്കുണ്ട്, അധ്യാപകർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ സംഘപരിവാർ അനുകൂലികളുണ്ടാകും, RSSകാരനും BJPക്കാരനും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരാൾ ഇത്തരമൊരു ചോദ്യം ഉൾപ്പെടുത്തുമ്പോൾ അതിനെ എതിർക്കാൻ തോന്നേണ്ടത് ആർക്കൊക്കെയാണ്? ആ കമ്മിറ്റിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അധ്യാപകർക്കാണ്. പക്ഷേ അവരത് ചോദ്യം ചെയ്യുന്നില്ല. കാരണം സർക്കാരിൻ്റെ തീരുമാനം BJPക്ക് അനുകൂലമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ BJPക്ക് അനുകൂലമാണ്. സംഘപരിവാറിൻ്റെ നിലപാടുകളാണ് നടപ്പാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെ ഇതിനെ എതിർക്കുന്നു എന്ന ഒരു ബോധ്യത്തിലേക്ക്, ധാരണയിലേക്ക് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കമുള്ള അധ്യാപകർ ചെന്നെത്തുന്നു. അതിൽ തെറ്റില്ല. സർക്കാരിൻ്റെ നയം അങ്ങനെയാണല്ലോ, സർക്കാർ തന്നെ അതൊക്കെ നടപ്പാക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? ഇനി എതിർത്താൽ നമുക്കെതിരെ വരെ നടപടിയും വരുമോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരാം. പക്ഷെ അവിടെ മറ്റൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. ഈ കമ്മിറ്റിയിൽ KSTA CPIMൻ്റെ സംഘടനകളുടെ ഭാരവാഹികളോ പ്രവർത്തകരോ നേതാക്കളോ ആയ അധ്യാപകരുണ്ടാകുമല്ലോ. അവരെന്തുകൊണ്ട് ഇതിനെ എതിർത്തില്ല, ഇത് ചോദ്യം ചെയ്തില്ല എന്ന വിശദീകരണം അവരുടെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട്. എന്തു തന്നെയായാലും സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് അവർ ഉയർത്തിപ്പിടിച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ താഴെത്തട്ടിൽ വരെ നടക്കും. ഇവിടെ സംഭവിക്കുന്നത് അത്തരമൊരു രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നില്ല സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ. BJPയുടെയും സംഘപരിവാറിൻ്റെയും നിലപാടാണ് സ്വീകരിക്കുന്നത്. കേന്ദ്രവുമായി, BJPയുമായി, കേന്ദ്ര സർക്കാരുമായി രാഷ്ട്രീയമായ ഏറ്റുമുട്ടലിന് ഞങ്ങളില്ല എന്ന് ആദ്യമേ തുറന്ന് പ്രഖ്യാപിക്കുന്നു.
അപ്പോൾ സ്വാഭാവികമായും ഏറ്റുമുട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്താണ് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വന്നുകൊള്ളട്ടെ എന്ന് സാധാരണക്കാർ, താഴേക്കിടയിലുള്ളവർ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അധ്യാപക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആ ധാരണയിലെത്തുന്നു. രാഷ്ട്രീയമായി BJPയെ, സംഘപരിവാറിനെ എതിർക്കുന്നില്ല. ഓരോ ചുവടിലും അവരുമായി ചിലപ്പോഴൊക്കെ ചില ധാരണകൾ ഉണ്ടാക്കുക എന്നതല്ല, പൂർണ്ണമായും സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പാക്കുന്നു. എന്ന് വെച്ചാൽ BJP സർക്കാർ കേരളം ഭരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. BJPയുടെ അജണ്ടകൾ, BJPയുടെ ആശയ നിലപാടുകൾ ഒക്കെ നമ്മുടെ ഓരോ സർക്കാർ പദ്ധതികളിലും കടന്നു വരുന്നു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും കടന്നു വരുന്നു. ഇതിലേറെ പറയുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കാം എന്ന് പറയുന്നത് KM ഷാജിയാണ്. PM ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ ഫോട്ടോയല്ല എംബ്ലമാണ് വെക്കാൻ തീരുമാനിച്ചത് എന്ന് മന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വരുന്നു. മന്ത്രി തന്നെ അത് പറയുന്നു. എന്ന് വെച്ചാൽ ഈ സിസ്റ്റം, UDF എന്ന് പറയുന്ന സംഘടന മുഴുവൻ BJPയുടെ ആശയങ്ങൾ പേറുന്നവരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അധ്യാപക സംഘടനകൾക്കും, അധ്യാപക സംഘടനാ നേതാക്കൾക്കും, പ്രവർത്തകർക്കും ഇതൊന്നും ഒരു തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് തോന്നാത്തത്.